ഗംഗയും ജോർദാൻ അരുവിയും സംസങ്ങും ഇതിനെയെല്ലാം ഒരുമിച്ച് ചേർത്ത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു സമൂഹം എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു വെച്ച് പെരുന്നാൾ ആശംസകൾ അറിയിച്ച് ബഹ്റിൻ കേരളീയ സമാജത്തിൻ്റെ ഓഡിയൻസിനെ കോരിത്തെരിപ്പിച്ച MLA, റാന്നിയുടെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായൺ joining us on the next guest from the 973 show. നമസ്കാരം. വളരെ സന്തോഷം. ഞാനത് എടുത്തു പറയാൻ കാരണം സമാജത്തിൽ സാറിൻ്റെ ഒരു പ്രസംഗം ഒരു കവിത പോലെ കേട്ടിരുന്നപ്പോൾ അതിൽ ഒരു പക്ഷേ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് 2-3 കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് ഇന്നത്തെ വളരെ ഇന്നെന്നുള്ള ലോകത്തിൽ വളരെ പ്രസക്തമായൊരു കാര്യമാണ് ഒരുമ അല്ലെങ്കിൽ സാഹോദര്യം. ഇത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു മെസ്സേജ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. ആൻഡ് ഓഫ് കോഴ്സ് യു ആർ നോൺ ഫോർ യുവർ സ്പീച്ചസ്, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സംസാരിക്കുന്ന. അതുകൂടാതെ ഞാൻ ഈ ദിവസങ്ങളിൽ ഒബ്സർവ് ചെയ്തത് ഞങ്ങളുടെ MLA ആണ് എന്ന് പറയുന്ന കുറേയേറെ റാന്നിക്കാരെ കാണുമ്പോൾ എല്ലാവരെ ചേർത്ത് നിർത്തുന്ന ഒരു സ്മൈൽ. ഒരു പീപ്പിൾ പൊളിറ്റീഷ്യൻ അല്ലേ, അത് നമ്മളൊരു പുതുമ എന്ന് പറയാനുള്ള പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ്. ബട്ട് ഐ തിങ്ക് ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ഇപ്പോൾ കാണുന്നു, വന്നും പോയും കാണുന്നു, ആ ഒരു ഇന്നേറ്റ് സ്വഭാവം, എല്ലാവരെയും ഓർത്ത് വെക്കാനുള്ള ഒരു കഴിവ്, ഒരാളെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ് പണ്ട് മുതലേ എങ്ങനെയായിരുന്നു, അത് രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായ ഒരു ക്വാളിറ്റിയാണോ ഇത്? ഞാൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. കാരണം പ്രസംഗം എന്നത് എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ആത്മാവിഷ്കാരമാണ്. ഒരു കവിക്ക് എങ്ങനെയാണോ തൻ്റെ കവിത, ഒരു ചിത്രകാരന് എങ്ങനെയാണോ അയാൾ സൃഷ്ടിക്കുന്ന നിറങ്ങൾ കൊണ്ടുള്ളൊരു ചാരുത, അതേപോലെ തന്നെ വാക്കുകൾക്ക് ഭൂമിയേക്കാൾ ആകർഷണമുണ്ട്, സൂര്യനേക്കാൾ വെളിച്ചമുണ്ട്, കടലിനേക്കാൾ ആഴമുണ്ട്. വാക്കിൻ്റെ ചിറകിലേറി നിങ്ങൾക്ക് ഈ ഭൂമിയുടെ കുറുകെ പറക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രസംഗത്തിൽ ഉപയോഗിച്ചൊരു പ്രയോഗം എനിക്കൊന്ന് ആ പ്രസംഗത്തിലെ അവസാന വാക്യമാണത്. അത് കേരള നിയമസഭയിൽ കഴിഞ്ഞ ദിവസം ജലത്തെക്കുറിച്ചൊരു ആ ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പ് അത് പറഞ്ഞിട്ടാണ്. ഡിമാൻഡാണ് സാധാരണ ജലസേചനം അല്ലെങ്കിൽ ശുദ്ധജല ലഭ്യതയെക്കുറിച്ചൊക്കെയുള്ള നിയമസഭയിലെ പ്രസംഗങ്ങൾ വളരെ ടെക്നിക്കലാണ്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ജലം ശുദ്ധീകരിക്കൽ ഡിമാൻഡ്. പക്ഷേ ജലത്തെ തീർത്ഥമായി തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഈ ഭൂമി മുഴുവൻ ജലത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നാണല്ലോ ജീവനുണ്ടായത്. യഥാർത്ഥത്തിൽ ആ ജലം എന്ന് പറയുന്നത് എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഒന്നാണ്. നമ്മൾ ഈ ഒരു നിരീക്ഷണമാണ് നമ്മുടെ വായനയിലൊക്കെ വന്നിട്ടുള്ള ഒന്നാണ്. എല്ലാ മതങ്ങളിലും ഒരു ജലസാന്നിധ്യമുണ്ട്. ഒരു തീർത്ഥമായി വരുന്നതെല്ലാം ഇപ്പം പറഞ്ഞതുപോലെ എല്ലാ പുഴയും ഗംഗയാണ്, എല്ലാ ചോലയിലും ജോർദാൻ അരുവിയുടെ കാരുണ്യം, എല്ലാ നീർച്ചാലുകളിലും സംസമിൻ്റെ പുണ്യമുണ്ട്. അപ്പോൾ ജലം എന്ന് പറയുന്നതിന് വ്യത്യാസമില്ല, എല്ലാം ജലത്തിൻ്റെ തുള്ളികളാണ്. പെയ്ത് വീഴുന്ന മഴയിലും കടലിലുമെല്ലാം അത് തിരിച്ചറിയുന്നിടത്താണ് നാമെല്ലാം ഒന്നാണ്, മനുഷ്യനാണ്. അതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം കൂടിയുണ്ട്. എത്രത്തോളം ചരിത്രപരമായി ശരിയാണെന്നറിയില്ല. ഒരു വായനയിലാണ് ഈ ഗാന്ധിജിയും ഗുരുദേവനും തമ്മിലുള്ളൊരു സംഭാഷണമുണ്ട്. അവർ തമ്മിലുള്ള ഒരു സംഭാഷണം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിപ്പോൾ അതിൻ്റെ 100ാം വർഷത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഗുരുദേവനും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണത്തിൽ നമുക്കറിയില്ല എത്രത്തോളം ചരിത്രപരമായി ശരിയാണെന്ന്. ഇന്ത്യയിലെ ജാതിവ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ഗാന്ധിജി പറയുന്നുണ്ട്, ആ ജാതിവ്യവസ്ഥ ഇന്ത്യയുടെ ഒരു സാമൂഹ്യ ക്രമത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന മരത്തിൻ്റെ ചില്ലകൾ, ആ ചില്ലകളിലെ ഇലകളൊക്കെ വ്യത്യസ്തമായ ആകൃതിയല്ലേ? ഒരു മരത്തിലെ ചില്ലയിലെ ഇലകൾക്ക് തന്നെ പല ആകൃതിയാണ്. അതുപോലെയാണ് മനുഷ്യരും എന്ന് ഗാന്ധിജി പറയുമ്പോൾ ഗുരുദേവൻ ആ മരത്തിൻ്റെ ചില്ലയിൽ നിന്ന് ഇലകളെടുത്ത് അതിങ്ങനെ പിഴിഞ്ഞ് കയ്യിലേക്ക് ചാറായി ഒഴിച്ചിട്ട്, ഇലകൾ പല ആകൃതിയാകാം, പക്ഷെ അതിലൂടെ ഒഴുകുന്ന രസം, ജീവരസം ഒന്നു തന്നെയല്ലേ? അവിടെയും ഒരു ജലസാന്നിധ്യം കാണും. അത്തരമൊരു ചിന്തയിൽ നിന്നായിരുന്നു ആ ഒരു പ്രയോഗമുണ്ടായത്. അത് നിയമസഭയ്ക്ക് ശേഷം മനോരമ പിറ്റേ ദിവസം ഇന്നത്തെ വാചകമായത് അത് കൊടുത്തു. അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമാണ്. മാം അത് നോട്ടീസ് ചെയ്തു എന്നുള്ളത് വളരെ പ്രസക്തമാണത്. അങ്ങനെ ആകട്ടെ, നമുക്കെല്ലാവർക്കും ഒരുമിച്ചൊഴുകാൻ കഴിയട്ടെ ഈ ഭൂമിയിൽ. ഒരു പുഴ പോലെ, ഒരു അരുവി പോലെ ഒക്കെ എല്ലാം ഒരു കടലിലേക്ക് ചെല്ലുന്ന പല ചാലുകളായി ഒഴുകുമ്പോൾ
നമുക്ക് കൈകൾ മാത്രമല്ല ഹൃദയവും ചേർത്ത് വയ്ക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നു. അത്തരമൊരു നിരീക്ഷണം ശ്രദ്ധിച്ചതിലുള്ള എൻ്റെ ഒരു സന്തോഷം പ്രത്യേകമായി അറിയിക്കുക. താങ്ക് യു വെരി മച്ച്. ഓണർ ഇസ് മൈൻ. ഇപ്പൊ പ്രസംഗത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഒരു കവിക്ക് എങ്ങനെ കവിത എന്ന് പറയുന്നത് പോലെ. അപ്പൊ അത്രയേറെ സ്കൂൾ കാലഘട്ടങ്ങളിലും കോളേജിലും ഒക്കെ പ്രസംഗത്തിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ വീടിൻ്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് നമുക്ക് ഇതിനോടൊരു അഗാധമായ സ്നേഹം തോന്നുന്നൊരു അന്തരീക്ഷം. എൻ്റെ മുത്തച്ഛൻ PK ബാലകൃഷ്ണപിള്ള സ്വാതന്ത്ര്യ സേനാനിയായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നിലത്തെഴുത്ത് പഠിക്കാനൊരു സൗകര്യം ഉണ്ടായിരുന്നു. പഴയ ഒരു തറവാടായിരുന്നത് കൊണ്ട് നമുക്ക് അത്തരത്തിൽ ഒരുപാട് സൗകര്യങ്ങൾ, ആലപ്പുഴ ജില്ലയിലെ നൂറനാട് എന്ന് പറയുന്ന ഒരുപാട് ദേശാടന കിളികൾ വരുന്ന മനോഹരമായ ഒരു ഗ്രാമത്തിൻ്റെ എല്ലാവിധത്തിലുമുള്ള പച്ചപ്പുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അപ്പൂപ്പൻ നിർബന്ധിച്ചിട്ടാണ്, അത് നിർബന്ധമാണല്ലോ, നമുക്ക് സ്വയം അങ്ങനെ ഒരു താല്പര്യം, മാമ്പഴം, പൈലോപ്പലിൻ്റെ മാമ്പഴമാണ്. അപ്പോൾ ഇപ്പോഴും ആദ്യമായി ചൊല്ലി, അപ്പം നമ്മൾ അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രവേശിക്കുന്നത് കവിതയുടെ ഒരു ലോകത്തേക്കായിരുന്നു. അപ്പോൾ വായിക്കുന്നതിന് മുമ്പ് തന്നെ കവിത കേൾക്കുക, കവിതയെ രുചിക്കുക, അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് 3ാം ക്ലാസ്സിൽ വെച്ചിട്ട് തന്നെ ഞാൻ ആദ്യത്തെ പ്രസംഗം സ്കൂളിൽ, പിന്നീട് അന്ന് തന്നെ നാട്ടിൽ നമ്മുടെ ക്ലബ്ബുകളുണ്ട്, അന്ന് ഒരുപാട് ക്ലബ്ബുകൾ, വായനശാലകൾ ഒക്കെയുണ്ട്. അന്ന് പൂമ്പാറ്റയുടെയൊക്കെ ഒരു കാലമാണ്, പറന്നെത്തുന്ന പൂമ്പാറ്റ, അതിൽ വരുന്ന കഥ. അപ്പോൾ അതിൽ വരുന്ന കഥ വായിച്ചിട്ട് അത് കഥാപ്രസംഗമായി അപ്പോൾ നമുക്കത് അവതരിപ്പിക്കാം എന്നുള്ള തരത്തിൽ അതിനൊക്കെയുള്ള ഒരുപാട് വേദികൾ, കലാരഞ്ജിനി, ജയകേരളം, ഇങ്ങനെ കുറേ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ 4ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും പ്രസംഗത്തിന് സമ്മാനം വാങ്ങാൻ തുടങ്ങി കലോത്സവത്തിൽ. അപ്പോൾ പ്രസംഗവും പഠനവും, ഞാൻ നാഷണൽ മെറിറ്റ് സ്കോളർഷിപ്പ് വാങ്ങിയായിരുന്നു പഠിച്ചതും. അപ്പോൾ ഈ 2 കാര്യങ്ങളിലും ഉണ്ടായിരുന്നത് കൊണ്ട് രാഷ്ട്രീയത്തോട് വരുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഈ ആശയവിനിമയത്തിനുള്ള, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നീട് വീട്ടിലെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം, ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അപ്പൂപ്പൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അന്തരീക്ഷത്തിൽ നിന്ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് വളരെ വേഗം വന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ 5ാം ക്ലാസ്സിൽ തന്നെ സ്കൂൾ ലീഡറായി. അന്ന് സ്കൂൾ ലീഡർമാർക്ക് മൊത്തം കേരളത്തിൽ ആദ്യമായി ഒരു സ്കൂൾ ലീഡർ, കേരളത്തിൻ്റെ സ്കൂൾ ലീഡർ, അതിനെ ഇൻ്റർ സ്കൂൾ കൗൺസിൽ എന്നായിരുന്നു. അതിൻ്റെ ആദ്യത്തെ ചെയർമാനായിരുന്നു ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പം അങ്ങനെയായിരുന്നു ആ ഒരു താല്പര്യം. കമ്മ്യൂണിക്കേഷൻ എന്നൊരു വേർഡ് പറഞ്ഞല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണത്. ഹൗ വെൽ യു മാം നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണല്ലോ. ഞാൻ ഇത്തവണ വന്നപ്പോൾ ഞാൻ രാധാകൃഷ്ണനോട് ആദ്യം ചോദിച്ചത്, നമ്മൾ ചിലപ്പോൾ ആളുകളെ മറന്നാലും അവരുടെ വാക്കുകൾ, അതിൻ്റെ ഒരു ഇമ്പം, അതിൻ്റെ മാറ്റൊലി നമ്മൾ മറക്കാറില്ല. ചില വാക്കുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു നദിയുടെ അല പോലെ നമ്മളിലേക്ക് അതിങ്ങനെ വന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മാമിൻ്റെ പ്രത്യേകിച്ചും ഒരു ആൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുമ്പോൾ, മലയാളി ഇംഗ്ലീഷ് ഉപയോഗിക്കുമ്പോൾ ഞാൻ കാണുന്നൊരു അതൊരു പ്രയാസമാണെന്ന് നമുക്ക് പറയാനാവില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന ഒരു ഭാഷയുണ്ട്. സോ വി ഹാവ് എ ലാംഗ്വേജ് ടു തിങ്ക്. സ്വാഭാവികമായിട്ട് മലയാളി ഇംഗ്ലീഷ് സംസാരിക്കാൻ സംഭവിക്കുന്നത്, വി തിങ്ക് ഇൻ മലയാളം ആൻഡ് വി ട്രൈ ടു ട്രാൻസ്ലേറ്റ് ദാറ്റ് ഇൻ ടു ഇംഗ്ലീഷ്. പക്ഷെ മാം സംസാരിക്കുമ്പോൾ ആ ഒരു മദർ ടങ് ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഒരു മേഘം ഇങ്ങനെ കെട്ടഴിഞ്ഞ് മഴയായി വീഴുന്നത് പോലെയായിരുന്നു കഴിഞ്ഞു. അപ്പോൾ ഞാനത് ഓർത്തു വെച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഇത്തവണ എപ്പോഴാണ് അവതാരകയ അല്ലെങ്കിൽ ഈ ഇതിലേക്ക് വരും? അപ്പോൾ വീണ്ടും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ കണ്ടതിലും അതിയായ സന്തോഷം. മാമിനും ആ ഒരു ലേറ്റന്റ് ഇംഗ്ലീഷിനുള്ള ആളാണല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷം. താങ്ക് യു സോ മച്ച് സർ. ആ കോംപ്ലിമെൻറ്റ് നന്നായി ടേക്ക് ഇറ്റ് ആസ് എ ബിഗ് കോംപ്ലിമെൻറ്റ് ആൻഡ് ഐ ക്രെഡിറ്റ് ഇറ്റ് ടു മൈ ടീച്ചേഴ്സ് ആൻഡ് മൈ പേരൻസ് ഫോർ ദാറ്റ് അബവ് ഗോഡ്സ് ഗ്രേസ്. പിന്നെ നമ്മൾ പറഞ്ഞു തന്നത് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ക്രൂഷ്യൽ. അത് ഏത് ഭാഷയായാലും ശരി, ഏത് നാട്ടിലായാലും കമ്മ്യൂണിക്കേഷൻ ഇസ് ദി ക്രക്സ്. അതിൽ നിന്ന് നമുക്ക് വി ക്യാൻ കണക്ട് ടു യുവർ വെരി ഇന്നോവേറ്റീവ് പ്രോജക്റ്റ്. സംസാരിക്കുന്ന മാത്രമല്ല, കേൾക്കുക എന്നത് പ്രധാനമാണ്. ലിസണിങ്, യെസ്. വേറൊരാളിനെ കേൾക്കുക എന്ന് പറഞ്ഞാൽ ആളിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണ്. അത് പലരും മറന്നു പോകുന്ന ഒരു കാര്യമാണത്. ഒരു അധ്യാപകൻ, ഒരച്ഛൻ, ഒരു ജീവിതത്തിൽ നമ്മുടെ ഇണ ഒക്കെ വേണ്ടത് വേറൊരാളെ കേൾക്കാനുള്ള മനസ്സ്. അത് വാക്കുകൾ മാത്രമല്ല, മനുഷ്യർ വളരെ കുറച്ചേ ചിലപ്പോൾ സംസാരിക്കാറുള്ളൂ. ഇപ്പോൾ MLA എന്നിൽ എന്നെ കാണാൻ വരുന്ന എത്രയോ മനുഷ്യരുണ്ട്. നമുക്കവർക്ക് നൽകാൻ കഴിയുന്നത്, ഒരു ദിവസം എൻ്റെ ഓഫീസിൽ ഒരുപാട് ആളുകൾ വരും. ചിലപ്പോൾ 1 മിനിറ്റ് ആയിരിക്കും, പക്ഷെ ആ 1 മിനിറ്റിൽ അവർ പറയാതെ പോകുന്ന ഒരുപാട് സങ്കടങ്ങൾ, നോവുകൾ, അത് കേൾക്കുക എന്നുള്ളതാണ്. വളരെ കുറച്ചേ മനുഷ്യർ കേൾക്കുന്നുള്ളൂ പരസ്പരം. അപ്പോൾ ആദ്യം വേണ്ടത് സംസാരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് വേറൊരാളെ കേൾക്കാൻ, അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒന്ന് അറിയാനുള്ള ഒരു തുറന്ന മനസ്സ് അതുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം.
അത് മറ്റൊരു വലിയൊരു ടോപ്പിക്കാണ്. ഡെഫിനറ്റ്ലി ലിസണിങ്. സാർ പറഞ്ഞത് വളരെ ശരിയാണ്. ആർക്കും സമയമില്ല ഇന്ന്, എല്ലാവരും തിരക്കാണ്. കമ്മിങ് ബാക്ക് ടു കമ്മ്യൂണിക്കേഷൻ അഗെയിൻ, അത് ഞാൻ ചേർത്ത് വെക്കുന്നത് വളരെ ഇന്നോവേറ്റീവായിട്ട് എനിക്ക് തോന്നിയ യുവർ പ്രോജക്റ്റ് നോളജ് വില്ലേജ്. ഈ നോളജ് വില്ലേജിനെ കുറിച്ച് ഞാൻ കുറച്ച് വായിക്കാനും ഒക്കെ ഒരു റിസർച്ചൊക്കെ നോക്കി. പക്ഷേ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഔട്ട് ദെയർ ഇൻ ദ വേൾഡ്. അതിനെക്കുറിച്ചൊന്ന് പറയുമോ? വാട്ട് ഈസ് നോളജ് വില്ലേജ്? വാട്ട് വാസ് ദി ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ഇറ്റ്? നോളജ് വില്ലേജ് എന്ന ആശയം വളരെ പുതുമയാർന്ന ഒന്നാണ്. അത് MLA നിലയിൽ അതിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും MLA എന്നുള്ളതിനേക്കാൾ അതിനു മുമ്പ് തന്നെ എൻ്റെ ഒരു അഭിനിവേശം, ആ വാക്കായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ എല്ലാം ഓരോരുത്തർക്കും ഓരോ അഭിനിവേശമുണ്ട്. എൻ്റെ അഭിനിവേശം എന്ന് പറയുന്നത് എല്ലാ കാലത്തും വിദ്യാഭ്യാസമായിരുന്നു. വിജ്ഞാനമാണ് പറുദീസ, അതിലൂടെയാണ് ഒരു നാടിന് മാറാൻ കഴിയുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം, പിന്നീട് വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു, കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറായിരുന്നു. അപ്പോൾ പിന്നീടുണ്ടായിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ഞാൻ 21ാമത്തെ വയസ്സിൽ. ആ സമയത്ത് ചെയ്തിട്ടുള്ള അക്ഷരം എന്ന് പറയുന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. അന്ന് അതിന് UNDPയുടെ അവാർഡ് കിട്ടിയിരുന്നു. അപ്പോൾ അന്നു മുതൽ ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസത്തിലൂടെ എങ്ങനെയാണ് സമൂഹത്തെ മാറ്റാൻ കഴിയുന്നത് എന്നുള്ള ഒരു ചിന്തയും ഒരു അന്വേഷണവും ഒരാരായലും അല്ലെങ്കിൽ ഒരു ആഭിമുഖ്യവും ഇതിനോടുണ്ടായിരുന്നു. റാന്നിയിൽ MLA ആയി വരുമ്പോൾ നമ്മളൊരു നോളജ് ഇക്കോണമിയെക്കുറിച്ച് സംസാരിച്ചു, ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച്. ഇന്ന് കേരളം ഒരുപാട് കാലം മുമ്പ് ലോകം ചിന്തിച്ചതാണ്. പക്ഷെ നമ്മളിന്ന് അത് വളരെ കേരളത്തിൻ്റെ അജണ്ടകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. എല്ലാ വികസന അജണ്ടയുടെയും ആധാര പ്രേരണയായി നമ്മളിന്ന് വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് അത് മാറുന്നുണ്ട്. അപ്പോൾ റാന്നിയെ സംബന്ധിച്ച് ഇത് കേരളത്തിൽ എവിടെയും നടപ്പിലാക്കേണ്ട ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നു. കേരളം അങ്ങനെ ചിന്തിക്കുകയാണ്. ബഹുമാന മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ആ നിലയിലേക്കാണ്. നമ്മുടെ ബജറ്റുകൾ പോലും അങ്ങനെയാണ്. പക്ഷെ അടിസ്ഥാനപരമായി എന്തുകൊണ്ടാണ് ഇത് ചോദിച്ചാൽ, ഒന്ന്, ഭാവിയിലെ മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു നിക്ഷേപമുണ്ടാകണം. ആ നിക്ഷേപം നമ്മൾ വർത്തമാനകാലത്തിൻ്റെ പ്രശ്നങ്ങളെ മാത്രമല്ലോ, ഒരു MLA നിലയിൽ റോഡ്, പാലം, തോട് അതൊക്കെ വേണം. പക്ഷെ ഒരു 25 വർഷം കഴിഞ്ഞുള്ള റാന്നി, 25 വർഷം കഴിഞ്ഞുള്ള കേരളം, അതിന് ലോകത്തെവിടെയും ഉണ്ടാകുന്ന വൈജ്ഞാനിക മാറ്റങ്ങളെ സ്വായത്തമാക്കാൻ കഴിയുന്ന ഒരു തലമുറയുണ്ടാകണം. 2, കേരളം ഒരുപാട് കുട്ടികൾ പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രവാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രജ്ഞയിലുള്ളതാണ്. അപ്പോൾ അതിൽ ഒരേ സമയം അതിൽ മികവാർന്ന മനുഷ്യരായി നമ്മുടെ കുട്ടികളെ മാറ്റുകയും ഒപ്പം ഒരു റിട്ടേൺ മൈഗ്രേഷന് പറ്റുന്ന ഒരു നോളജ് ഇക്കോസിസ്റ്റം നമ്മൾ നാട്ടിൽ രൂപപ്പെടുത്തുക. രണ്ടുമുണ്ട്, 2 തലത്തിലും 2 ദിശയിലും വർക്ക് ചെയ്യേണ്ട ഒന്നാണ്. ഒന്ന്, പുറത്തേക്കുള്ളൊരു സാധ്യത, അതൊരാളുടെ സ്വാതന്ത്ര്യമാണ്. കേരളമായത് നമ്മൾ ബഹറിൽ നിന്ന് സംസാരിക്കുമ്പോൾ പ്രവാസം എന്ന് പറയുന്ന ഒരു ശീലം, സംസ്കാരം മലയാളിക്കുണ്ടായതുകൊണ്ടാണ്. പക്ഷേ അത് കേരളത്തിലേക്ക് തിരിച്ചു വരാത്തൊരു പ്രവാസമല്ല, നാടിനെ ഉപേക്ഷിച്ച് പോകേണ്ട ഒരു പ്രവാസം. ഇപ്പം ഗൾഫിലുള്ള ആളുകളെ സംബന്ധിച്ച് അവർ തിരിച്ചു വരുന്നുണ്ട്. കേരളവുമായിട്ടുള്ള കേരളത്തിലുണ്ടാകുന്ന ഏത് മാറ്റത്തിൻ്റെ തുടിപ്പുകളെയും ഏറ്റവും ആദ്യം അറിയുന്നത് ഇവിടെ ജീവിക്കുന്നവരാണ്. പക്ഷെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകൾ ഭാവിയിൽ തിരിച്ചു വരാതെയാകും. നമ്മൾ പറയുന്ന ബ്രെയിൻ ഡ്രെയിനൊക്കെ. അപ്പം ഇവിടെ തന്നെ ഒരു അത്തരത്തിലുള്ളൊരു ഇക്കോസിസ്റ്റം, ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കണം. ഈ ഒരു ആശയത്തിൽ നിന്നാണ് നോളജ് വില്ലേജ് എന്നത് പിറവിയെടുക്കുന്നത്. കുറച്ചുകൂടി ആഴത്തിൽ പോയാൽ ഞാൻ വിശദീകരിച്ചോട്ടെ അതെന്താണ്. ഒന്ന്, സാധാരണ നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ടുള്ള ഏത് ചിന്തകളും ഉന്നത വിദ്യാഭ്യാസത്തിൽ മാത്രമാണ് കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ ഇവിടെ ഞാൻ കുറെ കൂടി വ്യത്യസ്തമായി ചെയ്യാൻ ആലോചിച്ചത് പ്രീ സ്കൂൾ മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള സ്ഥാപനങ്ങൾ വരെ എത്തുന്ന ഒരു ശൃംഖലയുണ്ടാകണം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 3 വയസ്സിനും 6 വയസ്സിനും ഇടയിലാണ് ഒരു മനുഷ്യൻ രൂപപ്പെടുന്നത്. ഒരു കുഞ്ഞിൻ്റെ തലച്ചോറുകൾ, അതിൻ്റെ അടരുകളിലേക്ക് ആ സമയത്ത് ഒരു കുഞ്ഞിന് ലഭിക്കുന്ന കാഴ്ചകൾ, അറിവ്, എന്തും എല്ലാ അനുഭവങ്ങളും ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നുണ്ട്. ഹിറ്റ്ലറുടെ പ്രശസ്തമായിട്ടുള്ള ഒരു ചിന്തയുണ്ട്, ഗിവ് മീ എ ചൈൽഡ് ഹു ഈസ് 3 years old, ഐ വിൽ മേക്ക് ഹിം അനദർ ഹിറ്റ്ലർ വെൻ ഹി കംപ്ലീറ്റ്സ് സ്കൂളിംഗ്. 3 വയസ്സുള്ളൊരു കുഞ്ഞിൽ തുടങ്ങുകയാണ് ഒരു രൂപാന്തരം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രീ സ്കൂളുകൾ, അംഗൻവാടികൾ എല്ലാം അടങ്ങുന്ന അതിൻ്റെ അന്തരീക്ഷം മാത്രമല്ല, മാതൃകാ അംഗൻവാടികൾ സൃഷ്ടിക്കുന്നത് മാത്രമല്ല, പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലേക്ക് മോണ്ടിസറിയുടെ എലമെൻറ്റ് ഉൾപ്പെടെ എങ്ങനെ കൊണ്ടുവരാം, കുഞ്ഞുങ്ങളുടെ ഹാപ്പിനെസ് ഇൻഡെക്സ്, അത്തരമൊരു ചിന്തയാണ് ആ മേഖലയിൽ ചെയ്തത്. സ്കൂളിലേക്ക് വരുമ്പോൾ മാമിനറിയപ്പോൾ നമ്മളൊക്കെ പഠിക്കുമ്പോൾ എന്താണ് എൻ്റെ അഭിരുചി എന്ന് കണ്ടെത്താനൊരു മാർഗം നമ്മുടെ വിദ്യാലയങ്ങളില്ല. കേരളം ഒരുപാട് പുരോഗമിച്ചു. പക്ഷെ എപ്പോഴും എന്താണൊരു കുട്ടിയുടെ
ലേറ്റൻ്റ് ആയിട്ടുള്ള ഒരു ഇൻക്ലിനേഷൻ എന്താണ്, അവരിൽ അന്തർലീനമായിട്ടുള്ള അഭിരുചി എന്താണ്, ഇത് കണ്ടെത്താൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. റാന്നി നോളജ് വില്ലേജിന്റെ ഭാഗമായ അഭിമാനത്തോടെ ഞാൻ പറയും പാത്ത് ഫൈൻഡർ എന്നൊരു പദ്ധതിയുണ്ട്. ശശി തരൂരാണ് ആദരണീയനായ അദ്ദേഹമാണ് ഇതിന്റെ ഫേസ് 2 ഉദ്ഘാടനം ചെയ്തത്. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ 4ാം ക്ലാസ് മുതൽ 12th വരെയുള്ള മുഴുവൻ കുഞ്ഞുങ്ങളുടെയും അവരിൽ അഭിരുചി എന്താണ്, എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും ആവുകയല്ല, മറിച്ച് എഴുതാൻ കഴിവുള്ളൊരു കുട്ടി, ആ കുഞ്ഞോട് പറയുന്നു MLA ആ കുഞ്ഞിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വഴിയുണ്ടാക്കും. പൈലറ്റ് ആകണം എന്ന ആഗ്രഹം തോന്നിയൊരു കുട്ടി, ഞങ്ങൾ ചെയ്തത് ആ വിദ്യാലയത്തിലെ ഇപ്പോൾ നാരായണമൊഴി എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് LP അവിടെ അതിൻ്റെ HM അനില ടീച്ചറും ടീച്ചറിൻ്റെ ഹസ്ബൻഡ് അനിൽ സർ, 2 പേരും ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ, അതിൽ കുറേയേറെ കുഞ്ഞുങ്ങൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ്, ജീവിതത്തിൽ ഒരിക്കലും വിമാനത്തിൽ കയറാൻ സാധ്യത അവസരങ്ങൾ കൊണ്ട് എപ്പോഴെങ്കിലും ഉണ്ടാകും, പക്ഷെ പഠനകാലത്ത് ലഭിക്കാൻ അതിൻ്റെ അവർ അച്ഛനമ്മമാർക്ക് പക്ഷെ കഴിയാതെ ഈ കുഞ്ഞുങ്ങളും കൊച്ചിയിലും തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾ നടത്തിയൊരു യാത്രയുണ്ട്. അപ്പം അതിൽ ആ യാത്രയുടെ നടുവ് വെച്ചൊരു പെൺകുട്ടി പറഞ്ഞു, MLA ഐ വിൽ ബിക്കം എ പൈലറ്റ്. അപ്പം അതിന് ആ കുഞ്ഞിൻ്റെ അഭിരുചിക്കനുസരിച്ചുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഡിസൈനിൽ താല്പര്യ കുട്ടികൾ അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ പോയി പഠിക്കണം, അതിനുള്ള സ്കോളർഷിപ്പ് അല്ല അതിനുള്ള മെൻറ്റർഷിപ്പ് കൊടുക്കുക. ഈ തരത്തിൽ സ്കൂളുകളെ മുഴുവൻ ചേർത്തുള്ള അധ്യാപനത്തിൻ്റെ പിന്നെ പെഡഗോജിയുടെ മെത്തഡോളജിയുടെ എല്ലാം കുറേ കൂടി എക്സലൻസിലേക്ക് എത്തുന്ന സമഗ്രമായൊരു പദ്ധതിയാണ്. അതോടൊപ്പം ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണ്. സംരംഭകരാകണം. നമുക്ക് പലപ്പോഴും പ്രശ്നം പഠനത്തിന് ശേഷമുള്ള ഒരു ഇൻഡസ്ട്രി ലിങ്കേജ് ഇല്ല, സംരംഭകത്തിനുള്ള സാഹചര്യമില്ല. ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഒരു സ്കിൽ ആൻഡ് ഇന്നൊവേഷൻ ഹബ്ബ് റാന്നിയിൽ സ്ഥാപിതമാവുകയാണ്. 10 കോടി രൂപയാണ് ബഹുമാനായ മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് റാന്നിയിൽ ആ പദ്ധതിക്ക് ആദ്യമായി സ്ഥലം വാങ്ങാൻ തന്നെ 10 കോടി രൂപ നീക്കിവെച്ചു. സ്ഥലം ഏറ്റെടുക്കൽ ആരംഭിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് അതിൻ്റെ ഹീറോ കമ്പോണൻറ്റ്. അതിൽ ഡിസൈൻ വരുന്നുണ്ട്, റോബോട്ടിക്സ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ലോകത്തുള്ള ഏറ്റവും പുതിയ വൈജ്ഞാനിക മേഖലയിലെ സംരംഭങ്ങളിലേക്കും റാന്നിയിലുള്ളവർക്ക്, കേരളത്തിലുള്ളവർക്ക് വരാൻ കഴിയുന്ന ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു കാഴ്ചപ്പാടാണ് നോളജ് വില്ലേജ് എന്ന ആശയത്തിലൂടെ ഞാൻ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അത് വളരെ പാഷനേറ്റായിട്ട് ചെയ്യുകയാണ്, വലിയൊരു നേട്ടത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. വളരെ പാഷനേറ്റായിട്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. കാരണം അതിലെ വിഷൻ, ബിയോണ്ട് ദ വിഷൻ, അതിലെ പാഷൻ. ആൻഡ് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നത് എന്ത് നമ്മൾ ചെയ്യുമ്പോൾ അതിലൊരു പാഷൻ ഉണ്ടെങ്കിൽ അതിനൊരു എക്സ്ട്രാ എഡ്ജ് ഉണ്ടാവും. സോ ഓൾ ദി വെരി ബെസ്റ്റ്. ഹൗ ഓൾഡ് ഇസ് നോളജ് വില്ലേജ്? ഞാൻ MLA ആയിട്ട് ഇപ്പോൾ 4ാമത്തെ വർഷം എത്തുകയാണ്. അപ്പം 4 വർഷം ഒരു പദ്ധതി രൂപപ്പെടാനുള്ളൊരു സമയമേ അല്ല. പക്ഷെ അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പാത്ത് ഫൈൻഡർ നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞു. കുഞ്ഞുങ്ങളുടെ ഒരുപാട് കേരളത്തിൽ ആദ്യമായിട്ടാണ് E-book. കോവിഡ് കാലത്ത് നമ്മൾ ആലോചിച്ചു, ആവിഷ്കാർ എന്നായിരുന്നു. കുഞ്ഞുങ്ങളുടെ ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് അതൊരു E-book പ്രസിദ്ധീകരിച്ചു. കണക്കിൽ പുറകെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അപ്പം ഇൻസൈറ്റ് എന്ന NGOയുമായി ചേർന്നിട്ട് എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ ഇവരെ പഠിപ്പിക്കുകയാണ് ഓൺലൈനായി. ആ പദ്ധതി ചെയ്തു. പിന്നെ ഒന്ന് മണ്ഡലത്തിലെ സ്കൂളുകളുടെ എല്ലാം സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി. അപ്പം MLA ഫണ്ട് ഇതിന് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് സ്കൂളുകൾക്കാണ്. എൻ്റെ ഒരു ഏറ്റവും ആവേശം നൽകുന്ന പ്രചോദനാത്മകമായൊരു അനുഭവമുണ്ട്. അട്ടത്തോട് എന്ന് പറയുന്ന ശബരിമലയിലേക്ക് പോകുന്ന വഴി ഒരു ഗോത്രവിഭാഗത്തിലെ കുഞ്ഞുങ്ങൾ, മലമ്പണ്ടാരങ്ങൾ ഉൾപ്പെടെയുള്ള നൊമാഡിക് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ആദിവാസി വിഭാഗത്തിലെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നൊരു വിദ്യാലയമുണ്ട്. ഞാൻ MLA കഴിഞ്ഞിട്ട് ആ സ്കൂൾ കാണാൻ പോകുമ്പോൾ കാടിനകത്താണ്, ഒരു മുറിക്കകത്താണ് ഈ സ്കൂൾ. അപ്പോൾ 32 കുഞ്ഞുങ്ങളും ഒരധ്യാപകനുമാണുള്ളത്. രാത്രിയിൽ വന്ന പുലിയുടെ കാൽനഖപ്പാടുകൾ സ്കൂളിൻ്റെ മുറ്റത്ത് കാണാം. ആന വരുന്ന സ്ഥലമാണ് അത്, ആ കാടിനകത്താണ്. അവർക്കൊരു നല്ല വിദ്യാലയം ഉണ്ടാക്കണം എന്ന് ആലോചിച്ചു. അപ്പോൾ ട്രൈബൽ വകുപ്പുമായി ചേർന്നു. ഗവൺമെൻറ്റിൻ്റെ വലിയ പിന്തുണ, ബഹുമാനായിട്ടുള്ള രാധാകൃഷ്ണൻ, അദ്ദേഹമായിരുന്നു അന്ന് മന്ത്രി, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നു. ഇന്ന് ശബരിമലയിലേക്ക് പോകുമ്പോൾ നിലയ്ക്കലെത്തുമ്പോൾ ഇടതുസൈഡിൽ കാണാം 3 കോടി രൂപയ്ക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ട്രൈബൽ സ്കൂൾ റാന്നിയിലാണ്. ആ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ അവിടെ വരുന്നു, പഠിക്കുന്നു. ഇത് ഭൗതികമായ നേട്ടങ്ങളാണ്. ഇത്തരത്തിൽ വിദ്യാലയങ്ങളുടെ സൗകര്യം മെച്ചപ്പെടുത്താൻ, ഒരുപക്ഷെ റാന്നിയിലാണ് ഏറ്റവും കൂടുതൽ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെട്ടത് ഈ ഒരു 4 വർഷം കൊണ്ട്. എന്നാൽ അതുമാത്രം പോരാ. ആ ക്ലാസ് മുറിയിൽ നടക്കുന്ന അറിവിന് വേണ്ടിയുള്ള അന്വേഷണം, ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്ന ചേതോഹരമായ, അങ്ങനെയാണല്ലോ ഈ ഭൂമിയിൽ അത്ഭുതം കൂറി പിറക്കുന്നൊരു ശിശു, മനുഷ്യൻ എന്ന മഹാവെളിച്ചമാകുന്ന ചേതോഹരമായ പ്രക്രിയയാണ് വിദ്യാഭ്യാസം. അതിനെ മെച്ചപ്പെടുത്തണമെങ്കിൽ അധ്യാപനം മെച്ചപ്പെടണം. അപ്പം അധ്യാപകർ തമ്മിലുള്ള ഒരു വലിയ ബന്ധം ഇന്ന് റാന്നിയിലുണ്ട്.
ഞങ്ങൾ ആശയങ്ങൾ. അടുത്ത വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയാണ് ഇംഗ്ലീഷ് ബിനാലെ. നമുക്ക് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ, ഇംഗ്ലീഷിൽ തന്നെ ചിന്തിക്കാൻ, നമ്മുടെ മലയാളത്തോടുള്ള ഇളനീര് പോലെ ഒഴുകുന്ന മധുര മലയാളത്തോടുള്ള അഗാധമായ സ്നേഹം സൂക്ഷിച്ചുകൊണ്ട് തന്നെ മറ്റൊരു ഭാഷയിലേക്ക് നന്നായി കമ്മ്യൂണിക്കേറ്റ് കുട്ടികളെ പ്രാപ്തരാക്കുന്നൊരു പദ്ധതി അടുത്ത ഘട്ടത്തിൽ അത് നാടകത്തിലൂടെ കളികളിലൂടെ ഒക്കെ ഞങ്ങൾ നടപ്പിലാക്കാൻ ആലോചിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് വൈവിധ്യമാർന്ന പദ്ധതികൾ, അതിൻ്റെ ഒരു ഉണർവ് റാന്നിയിലെ വിദ്യാലയത്തിലുണ്ട്, കുഞ്ഞുങ്ങളിലുണ്ട്. കുഞ്ഞുങ്ങളുമായി ഏറ്റവും അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു MLA ആണ്. ഏത് സ്കൂളിൽ പോയാലും എൻ്റെ കൂട്ടുകാർ മുഴുവൻ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ സന്തോഷവും ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ സാറിന്റെ മുഖത്ത് വരുന്ന ചിരി, ഇറ്റ് ഈസ് വെരി മച്ച് ഒരു ചൈൽഡ് ലൈക്ക് സ്മൈൽ. അത്രമാത്രം ആ പ്രോജക്റ്റിനോടുള്ള സ്നേഹം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച ഏതാണ് എന്ന് ഏകാന്തതയുടെ 100 വർഷങ്ങൾ എഴുതിയിട്ടുള്ള ഗബ്രിയൽ മാർക്കസിനോടൊരു ചോദ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട്, ആരും കാണാത്ത താഴ്വരകൾ, ഏറ്റവും സുന്ദരികളും സുന്ദരന്മാരുമായ മനുഷ്യർ, കടലിൻ്റെ ആഴങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ. പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും ഹൃദയഹാരിയായ കാഴ്ച ഒരു കുഞ്ഞിൻ്റെ മുഖത്ത് വിടരുന്ന മൃദുമന്ദഹാസമാണ്. നിങ്ങൾ കുഞ്ഞുങ്ങളുടെ ചിരിയിൽ ദൈവത്തെ കാണാം. ഡെഫിനറ്റ്ലി ഒരു പൊളിറ്റീഷ്യൻ അല്ലായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കുന്നില്ല, യു വുഡ് ഹാവ് ബീൻ എ ടീച്ചർ അല്ലേ, ഫുൾ ടൈം. പക്ഷെ ഇപ്പോഴും യു റൺ സ്കൂൾസ്. അതെ, എനിക്കൊരു CBSE സ്കൂൾ ഞാൻ മുൻകൈ എടുത്ത് സ്ഥാപിച്ചിരുന്നു. MLA ആയതിനു ശേഷം അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. പക്ഷേ ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ അതിൽ താല്പര്യമുള്ളതുകൊണ്ട് ആ CBSE സ്കൂൾ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. നൂറിനാട്ട് എൻ്റെ ജന്മദേശത്ത് പ്രസിഡൻസി എന്നാണ് സ്കൂളിൻ്റെ പേര്. ആ സ്കൂൾ സ്ഥാപിച്ചത് ഞാൻ കൂടി മുൻകൈ എടുത്തിൻ്റെ സുഹൃത്തുക്കളുമായി ചേർന്നാണ്. ഇപ്പോൾ ബാംബിനോ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് മോണ്ടിസറി വിദ്യാഭ്യാസം ഞാൻ വളരെയധികം ആദരിക്കുകയും കേരളത്തിൽ പ്രാവർത്തികമാക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. മരിയ മോണ്ടിസറി മുൻകൈ എടുത്തിട്ടാണ്. അത് ആദ്യത്തെ സ്കൂൾ ഇറ്റലിയിലെ സാൻ ലാറൻസോ എന്ന് പറയുന്ന ചേരിയിലായിരുന്നു ആദ്യത്തെ സ്കൂൾ. കസാദി ബാംബിനി എന്നായിരുന്നു, കുഞ്ഞുങ്ങളുടെ വീട് എന്നാണ്. അതിൽ നിന്നാണോ ബാംബിനോ? അതെ, അതിൽ നിന്നാണ് ബാംബിനോ എന്നുള്ള പേര് സ്വീകരിക്കുന്നത്. കാരണം ആ സ്കൂളിലാണ്, ഇപ്പം ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇവിടെ എനിക്കറിയില്ല, ഞാൻ ആലോചിച്ചൊരു കാര്യം, എൻ്റെ മക്കൾ തന്നെ പഠിക്കാൻ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്നത് A for ആപ്പിൾ, B for ബോയ്. മാം അങ്ങനെ പഠിച്ച എൻ്റെ കുഞ്ഞും അങ്ങനെയാണ്. ഒരു വാക്കിൽ പോലും ഒരു പുതിയ വാക്ക് ആലോചിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം, ഭാവനയുടെ അതൊരിങ്ങനെ പൂപോലെ വിരിയണം കുഞ്ഞിൽ. അപ്പോൾ നമ്മളിതിങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ്, അധ്യാപകൻ പറയുന്നതാണ്. പലപ്പോഴും കുഞ്ഞുങ്ങളുടെ ഒരു കാഴ്ച അപ്പോൾ എന്നെ എപ്പോഴും കൗതുകം തോന്നിയിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും ഒരു ബ്ലാക്ക് ബോർഡ് കുഞ്ഞിൻ്റെ ഉയരത്തിലല്ല ഒരു വിദ്യാലയത്തിൽ. ഒരിക്കലും എനിക്കൊരു ബ്ലാക്ക് ബോർഡ് എഴുതാൻ എൻ്റെ ഉയരത്തിൻ്റെ പ്രശ്നമില്ല. ഒരു ജാലകവും പുറത്തേക്ക് സ്കൂളിൽ ക്ലാസ് മുറിയിൽ തുറക്കുന്നത് കുഞ്ഞിന് കാണാവുന്ന കാഴ്ചയിലല്ല, അത് നിർമ്മിച്ച ആർക്കിടെക്റ്റിൻ്റെ കാഴ്ചയിലാണ്. കുഞ്ഞാണ് യഥാർത്ഥത്തിൽ പുറത്തേക്ക് നോക്കിയിട്ട് ഒരു മരം, അതിൻ്റെ ചില്ല, അതിലെ പൂവ്, അതിൽ പറന്നെത്തുന്ന പൂമ്പാറ്റകൾ, അതിനെ ഒന്നുലച്ചു പോകുന്ന കാറ്റ് ഒക്കെ കണ്ട കുഞ്ഞാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സ്കൂളിൻ്റെ നിർമ്മിതിയിൽ പോലും ആലോചിക്കേണ്ട ഒന്നാണ്. അത് പ്രായോഗികമായ പ്രയാസങ്ങളുണ്ടാകാം. അപ്പോൾ അതിൽ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ ലോകത്ത് ആദ്യമായി കുഞ്ഞെ നിനക്കിഷ്ടമുള്ളത് നിനക്ക് ചെയ്യൂ എന്ന് പറഞ്ഞ് പഠന ഉപകരണങ്ങൾ കൊടുത്തൊരാൾ മരിയ മോണ്ടിസറി ആയിരുന്നു. മരിയ മോണ്ടിസറിയുടെ ഒരു വർക്ക് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ സ്കൂൾ കാണാൻ ഒരിക്കൽ മാം വരിക. തിരുവനന്തപുരത്ത് തന്നെയുണ്ട്, കേരളത്തിലും പുറത്തുമായുണ്ട് 16 സ്കൂളുകളുണ്ട്. അതിൽ മുഴുവൻ വർക്ക് സ്റ്റേഷൻസാണ്. കുഞ്ഞുങ്ങൾ വന്നാൽ കുഞ്ഞ് ഇഷ്ടമുള്ളതാണ് ചെയ്യുന്നത്. നമ്മുടെ മണലിൽ എഴുതുന്നത് പോലെ ഒരു കുഞ്ഞൊരു അക്ഷരം എഴുതുമ്പോൾ വിരൽത്തുമ്പിലെ നാഡീ സഹസ്രങ്ങളിലൂടെ അത് തലച്ചോറിൽ രൂപപ്പെടും. ശബ്ദങ്ങൾ കേട്ടിട്ടാണ് വ്യത്യാസം അറിയുന്നത്. ഒരു പിങ്ക് ടവർ, ആ പിങ്ക് ടവറിൽ ബ്ലോക്സ് വെച്ചിട്ട് കുഞ്ഞ് തന്നെയാണ് ഓരോ ബ്ലോക്കും പെറുക്കി വെച്ചിട്ട് ബിഗസ്റ്റ് വാക്കുകൾ മാത്രമല്ല, ഒരു മാത്തമാറ്റിക്കൽ ഫോർമേഷൻ. ഇത് യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളുടെ ഒരുപാട് ഒരു കുഞ്ഞിലുണ്ടാകേണ്ട ശേഷികളെ ഉദ്ദീപിപ്പിക്കും. അത് ആ പ്രായത്തിൽ മാത്രമല്ല, അതൊരു ആജീവനാന്ത കാവലും പ്രേരണയുമായി ആ കുഞ്ഞിൻ്റെ പ്രജ്ഞയിലതുണ്ടാകും. അതുകൊണ്ടാണ് മോണ്ടിസറി വിദ്യാഭ്യാസം ഭംഗിയായിട്ട് ആ സ്കൂളുകൾ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു വിഷൻ, അത് കേരളം മുഴുവനും ഒരുപക്ഷെ ഇന്ത്യ മുഴുവനും അത് അബ്സോർബ് ചെയ്യാനിടയാകട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ബഹ്റിനിലേക്ക് ഇത് ആദ്യമല്ല. അതെ, ബഹ്റിനെ കുറിച്ച് റാന്നി ഒരുപാട് പ്രവാസികളുള്ള ഒരു സമൂഹമാണ്. റാന്നിയുടെ സമ്പദ് വ്യവസ്ഥയിൽ കേരളത്തിലെ മറ്റെല്ലാ സ്ഥലങ്ങളിലും പോലെ പ്രവാസികൾക്കൊരു വലിയ പങ്കുണ്ട്. ഒരു മലയാളി എന്ന തരത്തിൽ MLA ആകുന്നതിന് മുമ്പ് തന്നെ പ്രവാസി എങ്ങനെയാണ് കേരളത്തെ രൂപപ്പെടുത്തിയത് എന്നത് എൻ്റെ വായനയിൽ, എൻ്റെ അന്വേഷണത്തിൽ, ഗവേഷണത്തിലൊക്കെ വന്നിട്ടുള്ള ഒരു കാര്യമാണ്.
അതിൻ്റെ ഭാഗമായി തന്നെ പ്രവാസികളുമായി സംസാരിക്കുക, അത്തരം സ്ഥലങ്ങളിൽ പോവുക എന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. കേരള നിയമസഭയുടെ പ്രവാസി ക്ഷേമ സമിതിയിൽ അംഗവുമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഔദ്യോഗിക ചുമതലയുടെ ഭാഗമാണ്. പക്ഷേ ബഹ്റിനിലെ പോലെ ബഹ്റിനിൽ വരുമ്പോൾ നമ്മളൊരു അതിഥിയായിട്ടല്ല, ആദ്യം വന്ന അതിഥിയായിട്ടാണ്. പക്ഷേ ഇത്തവണ വരുമ്പോൾ നമ്മളൊരു ആ കുടുംബത്തിലെ അംഗമായിട്ട്, എനിക്കൊന്നും ഒരു ചെറിയ സ്ഥലമായതുകൊണ്ടായിരിക്കാം അത്രമേൽ അടുപ്പം, നമ്മളങ്ങ് അലിഞ്ഞു ചേരുക എന്ന് പറയില്ലേ, നമുക്കൊരു അതിഥിയുടെ ഔപചാരികത സൃഷ്ടിക്കുന്ന ഒരു അകലവുമില്ലാതെ അത്രമേൽ അടുപ്പം സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ഹൃദയം കൊണ്ട് നമ്മൾ സ്നേഹിക്കുന്ന ഒരു സ്ഥലമാണ് ബഹ്റിൻ. പക്ഷേ ബഹ്റിനിലെ കേരളീയ സമാജം, ഞാൻ അഭിമാനത്തോടെ പറയുന്നു, തല ഉയർത്തി പറയുന്നു, പ്രവാസി സമൂഹത്തിന് ആത്മാഭിമാനം നൽകുന്ന, ലോകത്തിലെവിടെയെങ്കിലും അത്തരമൊരു സ്ഥലം, പുറത്തൊരു സ്ഥലത്ത് മലയാളിക്ക് ഇത്രയും പ്രൗഢമായിട്ടുള്ള, ഇത്രയും അർത്ഥവത്തായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കേരളീയ സമാജമുണ്ടെങ്കിൽ എൻ്റെ ഇതിലുള്ള അനുഭവത്തിൽ അതിൽ 1-ാം നമ്പർ എന്ന് പറയുന്നത് ബഹ്റിൻ കേരളീയ സമാജം. അതിൽ PV രാധാകൃഷ്ണപിള്ള എന്ന് പറയുന്ന ഒരാളിൻ്റെ പങ്ക് ഇസ് എ ഗ്രേറ്റ് മെൻറ്റർ. സോ നിങ്ങളൊരു നല്ല ലീഡറാകുന്നത് നിങ്ങളൊരു നല്ല ഫിലോസഫർ ആകുമ്പോഴാണ്, ഒരു കാഴ്ചപ്പാടുണ്ടാകുമ്പോഴാണ്. പ്രവാസ ജീവിതത്തെ വേറൊരു വെളിച്ചത്തിൽ നിന്ന് കാണാൻ പറ്റി. അതാണല്ലോ ഒരു പുരോഹിതൻ ചെയ്യുന്നത്. എന്താ, നമ്മളൊരു സാധാരണ മനുഷ്യനെ ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് കാണാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രവാസ ജീവിതത്തെ ഒരുപാട് പൊരുതുന്നവരാണ്, ജീവിതം കെട്ടിപ്പടുക്കാൻ സങ്കടപ്പെടുന്നവരാണ്. പക്ഷെ ഇവിടെ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് കേരളത്തിൻ്റെ ജീവിതാനുഭവങ്ങളെ പുനഃസൃഷ്ടിക്കാൻ കഴിയും. ഇവിടെ ഇന്ന് തെളിയിച്ചവരാണ് ബഹ്റിനിലെ കേരളീയ സഭ. അപ്പം ഞാൻ തന്നെ ഇന്നലെ അവിടെ വരുമ്പോൾ, കഴിഞ്ഞ തവണ ഞാൻ ബഹ്റിനിൽ വന്നു, ഞാൻ പറഞ്ഞ പോലെ മുമ്പൊരിക്കലും നമ്മൾ അന്ന് ആദ്യമായിട്ട് കണ്ടു. പടികൾ കയറി വരുമ്പോൾ, അകത്തേക്ക് ചെല്ലുമ്പം ഏതാണ്ട് ഒരു 25,000-ഓളം പുസ്തകങ്ങൾ നിൽക്കുന്ന ഒരു ഗ്രന്ഥപുര. അവിടെ വയലാർ, ONV, സുഗതകുമാരി ടീച്ചർ, നമുക്ക് മലയാളത്തിൻ്റെ സാഹിത്യത്തിലെ അക്ഷരത്തറവാട്ടിലെ നക്ഷത്രങ്ങളെല്ലാം ഇങ്ങനെ പൂത്തു നിൽക്കുകയാണ്. അകത്തേക്ക് ചെല്ലുമ്പോൾ ഗ്രന്ഥങ്ങളാണ് നിരയെ. അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അവിടെ മലയാളം മിഷൻ്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ടായിരുന്നു. മലയാളം ഇങ്ങനെ പാഠശാല, കുഞ്ഞുങ്ങളിങ്ങനെ ആ ഭാഷയിലൂടെ സഞ്ചരിക്കുകയാണ്. മലയാളത്തോടുള്ളൊരു വലിയ മമത, ഒരു തൊരാത്ത മഴ പോലെ മലയാളം പെയ്യുന്നുണ്ട് ബഹ്റിൻ കേരളീയ സമാജത്തിൽ. അവിടെ മലയാളത്തിൻ്റെ ഓർമ്മകളുണ്ട്, ഉത്സവ ഛായകളുണ്ട്. ഇന്നലെ നമ്മൾ നമ്മുടെ വേദിയിലേക്ക് കൊണ്ടുവന്നതുപോലെ ഒരുപാട് കേരളീയത ഇങ്ങനെ തിളച്ചു മറിയുന്നവരാണ്. അപ്പം ബഹ്റിൻ കേരളീയ സമാജം എല്ലാ പ്രവാസി സംഘടനകൾക്കും പ്രവർത്തനത്തിൽ മാതൃകയാണ് എന്ന് ഞാൻ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും പറയട്ടെ. സമാജത്തിൻ്റെ ഒരു അംഗമായ എനിക്കും അതിൽ വളരെ അഭിമാനം. ഈ പറഞ്ഞ ഒരു 2 മിനിറ്റ് എനിക്ക് തോന്നുന്നു സമാജത്തിൻ്റെ ഒരു ബ്രില്യൻറ്റ് പ്രൊഫൈലാണ്. നമുക്ക് ആസ് എവറി ഗുഡ് തിങ് ഹാസ് ടു കം ടു എൻ എൻഡ്. കോൺവെർസേഷൻ കേട്ടിരിക്കാൻ നല്ല ഒരു ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് സാർ സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ. അത് എങ്കിലും വി ഹാവ് ടു കം ടു എ ക്ലോസ്. ഒരു പക്ഷേ നമ്മൾ ഇത് ക്ലോസ് ചെയ്യേണ്ട ക്വസ്റ്റ്യനും എൻ്റെ ഭാഗത്തു നിന്ന് ഇത് തന്നെയായിരിക്കും. നോളജ് വില്ലേജ്, എഡ്യൂക്കേഷൻ, ദ ഫൗണ്ടേഷൻ ദാറ്റ് വി ഹാവ് ടു ഫോർ ദ ഫ്യൂച്ചർ എന്നൊക്കെ പറയുമ്പോൾ ഇന്നിൻ്റെ ഒരു കുറേ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ ഈ ലോകത്ത്. നമ്മൾ കാണുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട് വിച്ച് ദ യൂത്ത് ഈസ് ഫേസിങ്. അതിനെക്കുറിച്ച് ഒന്നും സ്പെസിഫിക് ആയിട്ട് ഞാൻ ചോദിക്കുന്നില്ല. ആസ് എൻ MLA, as a well-read person who has a vision for the future and the younger generation, ഈ കൺസേൺസിനെയൊക്കെ കുറിച്ച് എന്താണ്, വാട്ട് ഈസ് യുവർ ടേക്ക്, വാട്ട് ഈസ് യുവർ തോട്ട് ആൻഡ് വാട്ട് ഈസ് യുവർ ഒരു സൊല്യൂഷനായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്താണ് ഒരു മെസ്സേജ്? മാം, ഞാൻ നമ്മുടെ ചെറുപ്പക്കാരുടെ ശേഷിയിൽ, അവരുടെ പ്രതിബദ്ധതയിൽ വിശ്വാസമർപ്പിക്കുന്ന, വളരെ പ്രതീക്ഷയോടെ കുറേ കൂടി അഴകാർന്ന ഒരു ജീവിതം, കുറേ കൂടി മനോഹരമായൊരു ഭൂമി, മനുഷ്യന് കുറേ കൂടി അന്തസ്സോടെ ജനാധിപത്യപരമായി ജീവിക്കാൻ കഴിയുന്ന ലോകം സൃഷ്ടിക്കാൻ പുതിയ തലമുറയ്ക്ക് കഴിയും എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് ചെറുപ്പക്കാരിൽ നിന്നാണ്. അതുവരെ ഉണ്ടാകുന്ന ലോകത്തിൻ്റെ, അത് രാഷ്ട്രീയമാകാം, ടെക്നോളജിയാകാം, സംസ്കാരമാകാം, അതിൻ്റെ ശീലങ്ങളിൽ നിന്ന് മാറി നടക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. നോക്കൂ, ലോകത്തെപ്പോഴും എവിടെയും, അത് സംഗീതത്തിൽ, സിനിമയിൽ, ടെക്നോളജിയിൽ ഒക്കെ മാറ്റമുണ്ടാകുന്നത്. അപ്പോൾ പാരീസിൽ ഒരു എക്കണോമിക് ഫോറത്തിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ടാക്സി കിട്ടാതിരുന്ന 2 ചെറുപ്പക്കാരുടെ ചിന്തയിൽ നിന്നാണ് ഒരു ടാക്സിയും സ്വന്തമില്ലാതെ നമുക്കറിയാം. അപ്പോൾ പുതിയൊരാശയം ഉണ്ടാകുക, അത് ലോകത്തെ ആകെ മാറ്റിമറിക്കുക. ഇത് ലോകത്തിലെ എല്ലാ ആളുകളുടെയും ജീവിത കഥയിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ ഇത് കാണാൻ കഴിയും. നമ്മുടെ ചെറുപ്പക്കാർ
അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന അത്ഭുതകരമായ ശേഷി, അവരുടെയൊക്കെ ഉള്ളിൽ ഒരു നിധിയുണ്ട്, ഖനിയുണ്ട്, അതിന് കഴിയുന്നവരാണ്. ലോകത്തിൻ്റെ ടെക്നോളജിയിൽ എത്ര മാറ്റങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഉത്സാഹഭരിതമായ എല്ലാ സർഗമാസകളും തിരതല്ലി ഒഴുകുന്നൊരു യുവത്വത്തിന് പുതിയൊരു ലോകത്തെ സൃഷ്ടിക്കാൻ കഴിയും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒപ്പം നമുക്കുണ്ടാകേണ്ട ചില ജാഗ്രതയുണ്ട്. അതിലൊന്ന്, ചരിത്രത്തെ മറക്കാൻ പാടില്ല. എത്ര ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ. നാം അനുഭവിക്കുന്ന എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ ഒരുപാട് ആളുകളുടെ സഹനവും കഷ്ടപ്പാടും ത്യാഗവുമുണ്ട്. ഒരു ഇന്ത്യക്കാരന് ഗാന്ധിജിയെ മറക്കാനാവില്ല, ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തെ മറക്കാൻ കഴിയില്ല. ഒരുപാട് ആളുകളുടെ നെഞ്ചുരഞ്ഞും ചോരചൊരിഞ്ഞുമാണ് സ്വാതന്ത്ര്യം നേടിയത്. ചരിത്രത്തിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ അവരെ നോക്കൽ മാത്രമല്ല, പഠിപ്പിച്ച ഗുരുക്കന്മാരെ മാത്രമല്ല, സ്നേഹം തരുന്ന അച്ഛനെയും അമ്മയെയും എല്ലാം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു, എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ എത്തിയത്, എന്നെ ഞാനാക്കിയത് എന്താണ് എന്നുള്ള ഒരു നോട്ടം നമുക്കുണ്ടാകണം. അവരെയെല്ലാം ആഴത്തിൽ സ്നേഹിക്കാൻ കഴിയണം. രണ്ടാമത്തേത്, ഇന്നുള്ള തലമുറ, അപ്പം നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് ടെക്നോളജിയിലേക്ക് വരുന്നത്. ഇന്നുള്ള തലമുറ, സോ വി ലിവ് ഇൻ എ വേൾഡ് വിച്ച് ഈസ് ഇൻക്രീസിംഗ്ലി ഇന്റർകണക്ട് വിത്ത് ടെക്നോളജി. ഇന്ന് പിറന്നു വീഴുന്നൊരു കുഞ്ഞിൻ്റെ ആദ്യത്തെ ചിരി പോലും കാണുന്ന അമ്മയ്ക്ക് മുമ്പ് ക്യാമറയാണ്. ആ ഒരു കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒബ്സർവേഷനാണ്. ആങ്ഷ്യസ് ജനറേഷൻ എന്ന് പറയുന്ന മനോഹരമായ ഒരു പുസ്തകമുണ്ട്. ഞാൻ പറയുമ്പോൾ ഇങ്ങനെ പുസ്തകങ്ങൾ കോട്ട് ചെയ്യുന്നത് അത് ആളുകൾ വായിക്കേണ്ടതാണ്. പാപ്പറസ് ചുരുളുകൾക്ക് ഏറ്റവും ശക്തി കുറവാണ്, പക്ഷേ ഈ ലോകത്ത് ഏറ്റവും മാറ്റമുണ്ടാക്കാൻ കഴിയുന്നത് പുസ്തകങ്ങൾക്കാണ്. ഇനി എന്നാൽ എത്ര കമ്പ്യൂട്ടർ വന്നാലും അത് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ഈ ആങ്ഷ്യസ് ജനറേഷൻ എന്ന പുസ്തകത്തിലെ നിരീക്ഷണം നമ്മുടെയൊക്കെ നിരീക്ഷണമാണ്. പണ്ടൊരു സിനിമ കാണാൻ പോകണമെങ്കിൽ നിങ്ങൾ തിയേറ്ററിലേക്ക് യാത്ര ചെയ്യണം. അവിടെ പോയി ഒരു കാത്തിരിപ്പ്, സിനിമ കാണാൻ ഇരുട്ടിൽ സിനിമ തെളിയുന്നുള്ള കാത്തിരിപ്പിന് പോലും ഒരു സുഖമുണ്ട്, ഒരു കാത്തിരിപ്പുണ്ട്. ഇന്ന് ഒരു ക്ലിക്കിൽ നിങ്ങൾക്ക് സിനിമ കിട്ടും, ഒരു ക്ലിക്കിൽ ഭക്ഷണം കിട്ടും, ഒരു ക്ലിക്കിൽ നിങ്ങൾക്ക് അറിവ് കിട്ടും, ഒരു ക്ലിക്കിൽ സ്നേഹവും വേണം. എന്തിനോടെങ്കിലും ഒരു നോ ആയാൽ നമുക്കത് സഹിക്കാനാകുന്നില്ല. പുതിയ തലമുറ എല്ലാവരുമല്ല. ഇത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് ലഭിക്കാതെ വരുമ്പോൾ ഈ അക്ഷമ ആക്രമണോത്സുകതയിലേക്ക്, ഒരു അഗ്രസീവ് നേച്ചറിലേക്ക് കേരളത്തിൽ തന്നെ പലപാട് സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അത് മാറുന്നുണ്ട്. രണ്ടാമത്തേത്, ടെക്നോളജി നിങ്ങളെ ഏകാന്തരാക്കരുത്. മനുഷ്യർ തമ്മിലുള്ള ഏറ്റവും വലിയ മനുഷ്യർ സോഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഡെസ്മണ്ട് ടുട്ടുവിൻ്റെ മനോഹരമായ പുസ്തകമുണ്ട്, ഫ്യൂച്ചർ വിത്തൗട്ട് ഫൊർഗീവ്നെസ്. അതിൽ നരവംശാസ്ത്രജ്ഞന്മാർ ആഫ്രിക്കയിൽ പോവുകയാണ്. ആദിമ മനുഷ്യർ എങ്ങനെയാണ് ആധുനിക മനുഷ്യരായത്, അതിലൊരു സംഭവം പറയുന്നുണ്ട്. അപ്പോൾ അന്നവരെങ്ങനെ നായാടി, എങ്ങനെയായിരുന്നു അവർ ഇര പിടിച്ചതെന്നൊക്കെ അറിയാനായിട്ട് അതേ ചലനങ്ങൾ ഇവരിൽ നിന്നും പകർത്താൻ വേണ്ടി ക്യാമറകളൊക്കെ തയ്യാറായി നിന്നിട്ട് ഒരു മരത്തിൻ്റെ താഴെ ഒരു കൂടയിൽ മിഠായി വയ്ക്കും. അപ്പോൾ ഈ മിഠായി ഏറ്റവും ആദ്യം എത്തുന്ന ആളിനാണ് ഈ മിഠായി എന്താണെന്ന് പോലും അവർക്ക് അറിയില്ല. പക്ഷെ പറയുന്നത് എത്രയാണ്, നിങ്ങൾക്ക് ഓടാം, ഒരു വരയിൽ നിന്ന് വിസിൽ മുഴങ്ങുമ്പോൾ ഓടുമ്പോൾ ചവിട്ടി വീഴ്ത്താം, മറികടക്കാം, ഒന്നാമതെത്തുന്ന ആളിനാണ് മുഴുവൻ മിഠായി. ഇപ്പോൾ ക്യാമറയും ഈ നരവംശാസ്ത്രജ്ഞന്മാരും കാത്തിരിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ഓടുന്നില്ല, അവരിങ്ങനെ കൈകൾ ചേർത്ത് പിടിക്കും, അവരൊരുമിച്ച് നടക്കും. അവിടെ അവർ ഈ മിഠായി നിറച്ച കൂടയുടെ ചുറ്റും മരത്തിൻ്റെ തണലിൽ ഒരു വൃത്തമാകും, വലയമാകും. ഏറ്റവും മുതിർന്ന കുഞ്ഞ് ആ മിഠായി എടുത്ത് ഏറ്റവും ചെറിയ കുഞ്ഞിൻ്റെ നാവിൽ ഇറ്റിക്കും. അപ്പോൾ ഇവർക്ക് പോലും ഒരു പാഠമാണ് ചെന്നവർക്ക്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഓടാഞ്ഞത്, ഒന്നാമതെത്തുമായിരുന്നല്ലോ. അപ്പോൾ ഈ കുഞ്ഞ് പറയുന്നൊരു മറുപടിയുണ്ട്, എനിക്കൊറ്റയ്ക്ക് കിട്ടുന്ന മധുരത്തിന് കയ്പാണ് എന്നും എല്ലാവരും പങ്കിടുന്ന കയ്പിന് പോലും മധുരമുണ്ട് എന്നാണ് കുഞ്ഞിൻ്റെ മറുപടി. നോക്കൂ, ഒന്നാമതെത്താനുള്ള ഓട്ടമാണ് ഈ ലോകം മുഴുവൻ എവിടെയും. പക്ഷെ ഒന്നാമതെത്തുന്നത് മാത്രമല്ല, മനുഷ്യനാവുക എന്നാണ് പ്രധാനമാണ്. പങ്കിടുക എന്നത് പ്രധാനമാണ്. നമ്മൾ പങ്കുവയ്ക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ജീവിതത്തിൻ്റെ കുറേ ഒന്നാമത് ഓട്ടത്തിൻ്റെ ഘട്ടം കഴിയുമ്പോൾ, പർവ്വതാരോഹണത്തിൽ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് താഴേക്ക് നോക്കാൻ പറ്റുന്നതല്ലേ. നിങ്ങൾ കൊടുമുടികൾ മാത്രം കണ്ടുപോവുകയാണ്. പക്ഷെ നിങ്ങളും താഴേക്ക് നോക്കുമ്പോൾ കടന്നു വന്ന താഴ്വരകളിൽ ഒപ്പം കയറാൻ
കഴിയാതെ പോയവർ, നിങ്ങൾക്ക് പാതകളായവർ, നിങ്ങളെപ്പോലെ ഭാഗ്യമില്ലാത്തവർ, അവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള, കൈകൾ കോർക്കാനുള്ള, മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാനമാകേണ്ട മമത മതത്തിനും ജാതിക്കും ഒക്കെ അതീതമായി സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ചിന്ത നമ്മുടെ ചെറുപ്പക്കാരിൽ ഉണ്ടാകണം. എല്ലാ പുഴയും ഗംഗയാവട്ടെ, എല്ലാ ചോലയിലും ജോർദാൻ ഉണ്ടാവട്ടെ, എല്ലാ നീർത്തുള്ളിയിലും സംസം നമ്മെ തഴുകട്ടെ. Thank you very much, sir. Thanks a lot for this wonderful conversation. ഒത്തിരി സന്തോഷം. അതോടൊപ്പം പ്രത്യേകമായ വിഷു ആശംസകൾ കൂടി സ്നേഹപൂർവ്വം നേരുന്നു. വിഷൻ, ഡിറ്റർമിനേഷൻ, ഇതാണ് രണ്ട് ക്വാളിറ്റീസ് ഇൻ എ ലീഡർ. ദിസ് ഇസ് മൈ ടേക്ക് ആൻഡ് ഐ എം ഷുവർ ദ വേൾഡ് അഗ്രീസ് വിത്ത് മീ. പക്ഷേ ഈ രണ്ട് മാജിക്കൽ വേർഡ്സിൻ്റെ കൂടെ ഒരു വേർഡും കൂടെ ചേർത്ത് വെച്ചാൽ ദ റിസൾട്ട് ക്യാൻ ബി അമേസിംഗ്ലി ബ്യൂട്ടിഫുൾ, ആൻഡ് ദാറ്റ് വേർഡ് ഈസ് പാഷൻ. So a man of vision, determination and passion. That was the next guest with us, Advocate Pramod Narayan, MLA, all the way from Kerala, joining us only on the 973 show.